ഈ താഴെ ഒരു കമന്റ് ചെയ്യാൻ കണ്ടേ. ആ കമന്റ് എഴുതിയിരിക്കുന്നത്, പണ്ട് ഹിന്ദുക്കളെ വേട്ടയാടിയത് ജാതി വിവേചനമായിരുന്നു, ഇന്ന് ഹിന്ദുക്കളെ വേട്ടയാടുന്ന അവരുടെ മതേതരമാണെന്ന്. സത്യമാണ് അത് കേട്ടോ. ആ മനുഷ്യൻ എഴുതിയിരിക്കുന്ന സത്യമാണ്. പണ്ട് ഈ ജാതി വിവേചനം ജാതി വിവേചനം പറഞ്ഞാണ് ജിഹാദികളും മുതലെടുത്തത് ഇവിടെ. ഹിന്ദുക്കളുടെ ജാതി വിവേചനം പറഞ്ഞാണ് ജിഹാദികൾ മുതലെടുത്തും ജിഹാദികളിലേക്ക് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യിപ്പിച്ചതും മനുഷ്യരെ, മറ്റ് ഹിന്ദുക്കളെ. ഇന്ന് അവർ ഈ മതേതരം കാണിച്ചാണ് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്ത് പറഞ്ഞാലും മതേതര രാജ്യം, ഇത് മതേതര രാജ്യമാണെന്ന് പറയും. ആ മതേതരത്തിനെതിരായിട്ടൊന്നും കളിക്കാൻ പറ്റില്ല. അതെ, എല്ലാവരും ഇപ്പൊ രാഹുൽ ഗാന്ധി ആണെങ്കിലും മതേതരം, സോണിയാഗാന്ധിക്ക് മതേതരം, എല്ലാവർക്കും മതേതരമാണ്. പണ്ട് അബ്ദുൽ നാസർ മദനി മതേതരത്തെ പറ്റി ഒരു പ്രസംഗം പ്രസംഗിച്ചു. എന്താ പറഞ്ഞെന്നറിയോ? മതേതരത്വത്തിന്റെ തൊട്ടിലിട്ട് ഞങ്ങളെ ആട്ടാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, ഇനി അത് നടക്കുകയില്ലാന്ന്. ISS ഉണ്ടായിരുന്ന കാലത്ത് 1990 പ്രസംഗിച്ചതാണ് അബ്ദുൽ നാസർ മദനി. അതായത് ഞങ്ങൾക്ക് മതേതരമൊന്നും പറ്റിയല്ല. എന്റെ പുള്ളി പറഞ്ഞ മതേതരത്തിനടുത്ത് ഞങ്ങൾക്ക് ഈ മതേതരമായിട്ടൊന്നും നടക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സൗദി അറേബ്യ പാകിസ്ഥാനോ ആക്കിയേ പറ്റൂ ഇന്ത്യ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഇപ്പൊ ഈ താഴെ അദ്ദേഹം എഴുതിയിരിക്കും, ഇന്ന് മതേതരമാണ് ഹിന്ദുക്കളുടെ ശത്രു. സത്യമാണ് ആ പുള്ളി എഴുതിയിരിക്കുന്നത്. ഇന്ന് മതേതരം പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഭീഷണിയായി മറിക്കും. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഇപ്പൊ നേരത്തെ സുപ്രഭാത് ഈ അച്ഛന്മാര്, അല്ല ക്രിസ്ത്യാനികള്, ക്രിസ്ത്യൻ പള്ളിയിൽ മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ വേണ്ടി പാവിരിച്ചു കൊടുത്തില്ല എന്ന് ചോദിച്ചു. ഈ എരുമേലിയിൽ ഒരു പള്ളിയുണ്ട്, വാവൂര് പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയാണ് ഈ ഹിന്ദുക്കൾ, ഈ ശബരിമലയ്ക്ക് പോകുന്നവർ വന്ന് തേങ്ങാവിടെയും ബഹളവും നടക്കുന്നത്. ആ പള്ളി ഒരു 30 വർഷം മുമ്പ് ഞാൻ ആ പള്ളിയിൽ പോയിട്ടുള്ളവനാ. 30 വർഷം മുമ്പ്. അന്ന് ആ പള്ളി ഓടിട്ട ഒരു പള്ളിയായിരുന്നു. എപ്പോ വേണേ ഇടിഞ്ഞു വീഴാം. ചുമ്മാ ചുമരൊക്കെ ഈ ഇഷ്ടിക പോലും അല്ല, മണ്ണുകൊണ്ടുള്ള ഇഷ്ടിക കൊണ്ടുള്ള ചുമരായിരുന്നു. 30 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറയും. ഇന്ന് നിങ്ങൾ പോയി നോക്കിയ ആ പള്ളി, ഇന്ന് കേരളത്തിൽ അത്രയും വലിയൊരു പള്ളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് കേരളത്തിൽ കാണുകയില്ല അത്രയും മനോഹരമായി പണിതിരിക്കുന്ന അത്രയും വലിയൊരു പള്ളി. കേരളത്തിൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഓർക്കണം. തിരുവനന്തപുരമോ എറണാകുളമോ കോഴിക്കോടോ കൊച്ചിയോ പോലുള്ള ഒരു വലിയ സിറ്റിയിലൊന്നും അല്ല ഈ പള്ളി ഇരിക്കുന്നത്. ഈ പള്ളി ഒരു ഓണംകേറ മൂലയിൽ ഇരിക്കുന്ന, എരുമേലി എന്ന് പറയുന്ന ഒരു ഓണംകേറ മൂല, ഒരു കുഗ്രാമത്തിൽ ഇരിക്കുന്ന ഒരു മുസ്ലിം പള്ളിയാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ, ഏത് പള്ളിയോടും കിടപിടിക്കുന്ന രീതിയിൽ, ഇന്ത്യയിലെ തന്നെ ഏത് മുസ്ലിം പള്ളിയോടും കിടപിടിക്കുന്ന രീതിയിൽ പണിതു വെച്ചിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ പണക്കാരായിരിക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? ഏറ്റവും ചുമ്മാ ഇരുന്ന് പണക്കാരാകുന്നത് എരുമേലി പള്ളിയുടെ കമ്മിറ്റിക്കാരാ. എരുമേലി പള്ളിയുടെ കമ്മിറ്റിയിൽ ഇരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത്. അതായത് എരുമേലി പള്ളി കമ്മിറ്റിയിലേക്ക് മത്സരമാണ്. അവിടെ മത്സരവും അടിയും പിടിയും ഒക്കെയാണ്. എരുമേലി പള്ളിയുടെ കമ്മിറ്റിക്കാരനാകാൻ വേണ്ടി. എന്തിനാ? പണം ഉണ്ടാക്കാം. നല്ല വരവല്ലേ? ഓരോ വർഷം എന്തുമാത്രം കാശാ വരുന്നത്. ആരാ കൊണ്ടേ കൊടുക്കുന്നത്? ഹിന്ദുക്കൾ കൊണ്ടേ കൊടുക്കും. ഹിന്ദുക്കളാണ് ആ പള്ളി കൊണ്ടേ കാശെല്ലാം കൊടുക്കുന്നത്. വാരി വിതറുകയാണ് കാശ്. ലാശ് എന്ത് ചെയ്യും? ഈ കാശെല്ലാം, ഹിന്ദുക്കളുടെ ഈ കാശെല്ലാം മേടിച്ചു അവിടുത്തെ ഇമാമ് മിമ്പറിൽ കയറിയിരുന്ന ചോദ്യം എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീനാമനു ഇന്നമൽ മുശ്രികൂന നജസുൻ. അല്ലയോ മുസ്ലിമീങ്ങളെ, ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാണ് കേട്ടോ. അത് കഴിഞ്ഞോതും ഇക്കത്തുലിൽ മുശ്രികൂന ഹൈഷുൻ. ബഹുദൈവ വിശ്വാസികളെ എവിടെ കണ്ടാലും വധിച്ചുകൊള്ളണം. 9:5 അള്ളാഹ് പറഞ്ഞ ആയത്ത് ഈ മുസ്ലിമുകൾ ഈ ഹിന്ദുക്കളുടെ കാശും മേടിച്ചേച്ച്, ഈ ബഹുദൈവ വിശ്വാസികളുടെ കാശും മേടിച്ച് പോക്കറ്റിൽ ഇട്ടേച്ച്, ആ കാശ് കൊണ്ട് പണക്കാരനായിട്ട്, ആ കാശ് കൊണ്ട് മള കെട്ടിച്ചിട്ട്, ആ കാശ് കൊണ്ട് തെങ്ങും തോപ്പും റബ്ബർ തോട്ടവും മേടിച്ചു കൂട്ടിയിട്ട്, എന്നിട്ടാണ് തന്റെ ആരാധനാലയം ആ കാശ് കൊണ്ട് താജ്മഹലിനേക്കാൾ സുന്ദരമായ ടൈൽസുകളും ടൈലുകളും ഒക്കെ പതിച്ച് സുന്ദരമാക്കിയിട്ട്, എന്നിട്ടാണ് അവിടുത്തെ മിമ്പറിൽ കയറി ഇരുന്നേച്ച് ആ കാശ് കൊണ്ടാണ് അവിടുത്തെ ഇമാമിന് ശമ്പളവും കൊടുക്കുന്നത്. ആരുടെ കാശ്? ഹിന്ദുക്കളുടെ കാശ് കൊണ്ട്. ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഈ എരുമേലി പള്ളിയിലെ ഇമാമിന് ശമ്പളവും കൊടുക്കുന്നത്. എന്നിട്ട് ആ ഇമാം ഓതുന്നത് എന്താണ് അവിടെ ഇരുന്ന്? യാ അയ്യുഹല്ലദീനാമനു ഇന്നമൽ മുശ്രികൂന നജസുൻ. അല്ലയോ മുസ്ലിമീങ്ങളെ, ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാകുന്നു. ഒന്നുമല്ലേ ചോദിക്ക്. അപ്പൊ അവിടെ ഈ അവസരം കൊടുത്തിരിക്കുന്ന ആരാ? ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഹിന്ദുക്കൾക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദുക്കളുടെ അന്തകർ ഹിന്ദുക്കൾ തന്നെയാണ്. അവര് തന്നെയാണ് ഈ വരുത്തി കൂട്ടുന്നത്. അവര് തന്നെയാണ് അവരുടെ അന്തകരായി മാറുന്നത്. പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് ഈ ബാബരി പള്ളിയിൽ കൊണ്ട് ഇങ്ങനെ ഈ കാശിട്ട് കൊടുക്കുന്ന ഈ മുസ്ലിങ്ങൾക്ക്, ഈ സുഡാപ്പികൾക്ക് കാശിട്ട് കൊടുത്തേച്ച് എന്തിനാണ് അവരുടെ അവരെ കൊണ്ട് തന്നെ ഈ തെറി വിളിപ്പിക്കുന്നത്? വല്ല ആവശ്യമുണ്ട് അവിടെ കൊണ്ട് ഇങ്ങനെ കാശിട്ട്? എന്ത് പണമാണ് അവിടെ കൊണ്ട് വാരി വിതറുന്നത്? വാവരെന്ന് പറഞ്ഞ് ഈ അയ്യപ്പന്റെ ചരിത്രം വെച്ച് നോക്കണം, വാവരെന്ന് ജീവിച്ചിരുന്നിട്ട് പോലുമില്ല. ഈ യുഗം വെച്ച് നോക്കണം, വാവരെന്ന് ജീവിച്ചിരുന്നു. ചുമ്മാ ഒരു കെട്ടുകഥയാണ്. വാവര എന്ന് പറയുന്ന ഒരു മുസ്ലിം ഈ അയ്യപ്പന് കൂട്ടായിരുന്നു എന്ന് വെറൊരു കെട്ടുകഥയാണ്. വെറൊരു കെട്ടുകഥയിൽ ഉണ്ടായതാണ്. അല്ല, വാവർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു.
ചുമ്മാ മുസ്ലിം അങ്ങനെ ഒരു കെട്ടുകഥയിലൂടെ ഇന്ന് അവിടുത്തെ ആ പള്ളി കമ്മിറ്റിക്കാർ കോടീശ്വരനാകുകയാണ്. അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങള് കമ്മിറ്റിക്കാര് ചുമ്മാ ഇരുന്ന് കാശുണ്ടാക്കി എരുമേലി പള്ളിയുടെ കമ്മിറ്റിക്കാരാ. അതിന്റെ കാശാര കൊടുക്കും? ഹിന്ദുക്കൾ കൊടുക്കും. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അതിനായ ആൾക്കാർ. പിന്നെ ഒന്നാമത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഹിന്ദുക്കളുടെ തന്നെ ഈ ആരെങ്കിലും സുഡാപ്പികൾക്കെതിരെ പറയുമ്പോൾ അവരുടെ കൂടെ കൂടാനും ആളുണ്ട്. നമ്മുടെ ഈ ഷിബുസ്വാമിയെ പോലുള്ള അങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട് കേരളത്തില്. ഈ പിന്നെ സുഡാപ്പികളുടെ കൂടെ കൂടി, ഇത് ചുമ്മാ കൂടുന്നല്ല, സുഡാപ്പികളുടെ കാശ് മേടിക്കുന്ന. ഇപ്പൊ ഞാൻ പറയാം, ഈ യൂട്യൂബിൽ ഒരു സ്വാമിയുണ്ട്, ഫിനോയിൽ രമേശൻ എന്നാ പുള്ളിയുടെ പേര്. ആ പുള്ളി അതെ, എപ്പോഴും ഷിബുസ്വാമി എന്ന് പറയല്ലേ ദാസപ്പ, ഷിബുസ്വാമി എന്ന് പറയില്ലേ, കമ്മ്യൂണിസ്റ്റ് സ്വാമി എന്ന് പറയണം. അതൊരു ഹിന്ദു കമ്മ്യൂണിസ്റ്റ് സ്വാമി സ്വാമി, ഒന്നുമല്ല. അങ്ങനത്തെ കുറെ സ്വാമിമാര്, പിന്നെ ഒരു ഫിനോയിൽ രമേശൻ, ഇവനൊക്കെ ഈ സുഡാപ്പികളുടെ കാശ് മേടിക്കുന്നത്. അവനെ കുറെ കാലം ഉണ്ടായിരുന്നു. മുകുന്ദൻ സി മേനോൻ, ഈ NDF തലക്കെട്ട്, നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ തലപ്പത്തിരുന്നയാളാ കുറെ കാലം ഉണ്ടായിരുന്നു. മുകുന്ദൻ സി മേനോൻ ഭയങ്കര മനുഷ്യാവകാശ പ്രവർത്തകനാണെന്നൊക്കെ പറഞ്ഞാണ് ഇവര് കൊണ്ടുകിടന്നത്. എങ്ങനെയായിരുന്നു? മുകുന്ദൻ സി മേനോന് ലക്ഷക്കണക്കിന് കാശാണ് സുഡാപ്പികൾ കൊടുത്തോണ്ടിരുന്നത്. എന്തിനാണ്? അതിലൊന്ന് ഇരിക്കാൻ വേണ്ടി. ഇവർക്ക് എന്താണെന്നറിയോ, ഇവർ ഉണ്ടാക്കുന്ന ഈ ജിഹാദി സംഘടനകളുടെ, ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് കയറ്റി ഒരു ഏതെങ്കിലും ഒരു പിന്നെ മനുഷ്യാവകാശ പ്രവർത്തകനെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനയുടെ പ്രവർത്തകനെയോ, ക്രൈസ്തവ പ്രവർത്തകനെ പിടിച്ചിരുത്തും. ഇരുത്തുന്നത് എന്തിനാണെന്നറിയോ? ഞങ്ങളുടെ തലപ്പത്ത് ഇവിടെ ഇരിക്കുന്ന ആളാരാന്ന് നിങ്ങൾ കണ്ടോ? ഞങ്ങൾ ഈ തീവ്രവാദികളാണെങ്കിൽ അയാൾ വന്ന് ഇരിക്കുമോ? ഞാൻ ഒരു ഉദാഹരണം പറയാം. കേരള നദ്വത്തുൽ മുജാഹിദീൻ ആദ്യം പണ്ടൊരു പത്രം തുടങ്ങി, വർത്തമാനം എന്നായിരുന്നു ആ പത്രത്തിന്റെ പേര്. ആ പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു അറിയോ? നമ്മുടെ സുകുമാർ അഴീക്കോടായിരുന്നു. സുകുമാർ അഴീക്കോടായിരുന്നു അതിന്റെ എഡിറ്റർ. കാരണം എന്താ പിടിച്ചിരുത്തിയത്? കാരണം ആർക്കും ഒന്നും പറയാൻ പറ്റിയല്ല. ഇതൊരു വർഗീയ പ്രസ്ഥാനമാണെന്നോ സുകുമാർ അഴീക്കോട് അതിന്റെ തലപ്പത്ത് വരുമോ? അപ്പൊ മറ്റുള്ളവർ ചോദിക്കും, ഏതെങ്കിലും ഒരു പിന്നെ മതേതര ഹിന്ദു, ഇപ്പൊ ഈ പിന്നെ മാനവികമായിട്ട് ചിന്തിക്കുന്ന ഹിന്ദുക്കൾ ഒരുപാടുണ്ടല്ലോ. അങ്ങനത്തെ ആ ഹിന്ദുവിനോട് ചോദിക്കുമ്പോൾ ഹിന്ദു പറയുന്നതുകൊണ്ട് അതിന്റെ തലപ്പത്തിരിക്കുന്ന സുകുമാർ അഴീക്കോടല്ലേ. അയാൾ അങ്ങനെ വന്നിരിക്കുവോ? അയാൾ ഒരു മതേതരവാദിയല്ലേ? ഒരു വർഗീയ സംഘടനയുടെ തലപ്പത്ത് വന്നിരിക്കുവോ? എന്ന് പറഞ്ഞാല് മുകുന്ദൻ സി മേനോൻ വന്നിരിക്കുവോ? അയാളൊരു മനുഷ്യാവകാശ പ്രവർത്തകനല്ലേ? അയാളൊരു തീവ്രവാദ സംഘടനയുടെ തലപ്പത്ത്. ഇതൊക്കെയാണ് ഇവരുടെ ഐഡിയ. ഇതിനാണ് ഈ പറയുന്ന തക്കിയ എന്ന് പറയുന്നത്. അതാണ് ഈ തക്കിയ എന്ന് പറയുന്നത്. കാരണം ഇവരുടെ മതത്തെ ഏത് രീതിയിൽ ഇവർക്ക് രക്ഷിച്ചെടുക്കാൻ വേണ്ടി എന്ത് വേണേ പ്രയോഗിക്കാം. കേവലം 10 വർഷം കൊണ്ട്, കേവലം 10 വർഷത്തിനിടയിൽ 98 യുദ്ധവും 12 കല്യാണവും കഴിച്ച ആളാണ് നമ്മുടെ മുഹമ്മദ് നബി. ഒരാളെ കൊണ്ട് സാധിക്കൂ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്? 98 യുദ്ധം നടത്തിയ ആള്, 10 വർഷം, കേവലം 10 വർഷം, അതിനിടയിൽ 12 കല്യാണം നടത്തി, ആയിരക്കണക്കിന് അടിമ സ്ത്രീകളെ വീട്ടിൽ കൊണ്ടുപോയി. ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കേസാണ്. ഇതൊക്കെ ചെയ്ത ആളാണ് നമ്മുടെ മുഹമ്മദ് നബി. ഈ മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുത്താലേ ഇവരും ചെയ്യുന്നത്. ഈ മുഹമ്മദ് നബിയുടെ അനുയായികൾ പിന്നെ എന്ത് വേണേ ചെയ്യലേ. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മൂള നമുക്ക് തന്നെ ഉണ്ടാണ്.